BJP ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു അഡ്വക്കേറ്റ് പ്രകാശ് ബാബു കൂടി ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഈ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ പരാജയമാണെന്ന് BJP പറയുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം അപകടങ്ങൾ വന്നിട്ടും പാഠം പഠിക്കാതിരിക്കുകയാണ് ഈ അധികാരികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും ഇത്തരത്തിലുള്ള അനാസ്ഥകൾ മൂലം ഉദ്യോഗസ്ഥ തലത്തിലുള്ളതോ അല്ലെങ്കിൽ ഇത്തരം അനാസ്ഥകൾ മൂലമാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്. ഇത് അതിരൂക്ഷമാണ്, അല്ലെങ്കിൽ അതിഭയാനകമായ ഒരു കാഴ്ചയാണ്. 10 മണിക്കൂറിലേറെ ആയിട്ടും ഒരു നഗരഭാഗത്തിലുള്ള ഒരു കെട്ടിടം കത്തിക്കൊണ്ടിരിക്കുന്നു, അത് അണയ്ക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ വസ്തുത. ഞങ്ങൾ ഇന്നലെ 5:10 മുതൽ ഈ സംഭവ സ്ഥലത്തുള്ള ആൾക്കാരാണ്. സത്യത്തിൽ അങ്ങേയറ്റം വേദനാജനകമാണ് നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങളുടെ കാര്യം പറയാൻ. നമുക്ക് ഒറ്റ വാക്കിൽ ആകെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, തീ പിടിച്ചു, തീ തന്നെ അങ്ങോട്ട് അണഞ്ഞു. അതിലപ്പുറത്തേക്ക് ഒരു 12 മണിവരെ 4-5 ഫയർ സ്റ്റേഷന്റെ ഫയർഫോഴ്സ് വണ്ടികൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒന്നും ഇതുമായി ബന്ധപ്പെട്ടൊന്നും നിയന്ത്രണ വിധേയമാക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് അവർ സമ്പൂർണ്ണ പരാജയമായിരുന്നു. അപ്പൊ ഞാനിത് പറയുന്ന കാര്യം, അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാത്ത ഒരു ഭരണ സംവിധാനം. കോഴിക്കോട് നഗരഹൃദയത്തിലാണ് ഈ തീ പിടിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഈ 80% ഓപ്പൺ ഭാഗമാ. പുതിയ ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ് 1ാം നിലയിലാണ് തീ പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും അത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സംവിധാനം ഇപ്പോഴും എവിടെയാ നിൽക്കുന്നത്? രണ്ടാമതൊന്ന്, ഈ കോഴിക്കോട് നഗരത്തിലെ ജില്ലാ അധികൃതരുടെയും കോർപ്പറേഷന്റെയും കണ്ണ് തുറക്കേണ്ടതുണ്ട്. കെട്ടിട നിർമ്മാണ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് പല കെട്ടിടങ്ങളും നഗരത്തിൽ വരുന്നത്. മുമ്പ് SM സ്ട്രീറ്റിൽ സമാനമായ സംഭവം ഉണ്ടായപ്പോൾ ആദ്യത്തെ ഒരാഴ്ച അന്വേഷണം, കാര്യങ്ങൾ, അതേപോലെ തന്നെ നടപടികൾ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു തുടർ നടപടികൾ എവിടെയും എത്തിയിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള കെട്ടിട നിർമ്മാണങ്ങളിൽ ബഹുഭൂരിപക്ഷവും സകല ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഇവിടുത്തെ ചില ലോബികൾ, ഉദ്യോഗസ്ഥ ലോബികളും ഭരണ ലോബികളുമാണ് ഇതിനൊക്കെ തന്നെ കണ്ണടച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും കോഴിക്കോട് നഗരത്തിൽ ഒരു സുരക്ഷയുമില്ല എന്ന് ഒരിക്കൽ കൂടി ഈ അപകടം തെളിയിച്ചിരിക്കുകയാണ്. 1ാമത്തെ നിലയിലാണിത്. പുതിയ ബസ് സ്റ്റാൻഡിലെ ഒരു കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിൽ 7 മണിക്കൂർ 12:30 മണിവരെ ഞാൻ അവിടെ ഉണ്ട്. പരിശ്രമിച്ചിട്ടും ഇത് തീയണക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെയാ ജനങ്ങളെ വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് ഇവരൊക്കെ ഈ ഉദ്യോഗസ്ഥരായാലും ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനങ്ങളായാലും വേറെ എന്തെങ്കിലും അറിയുന്ന പരിപാടിക്ക് പോട്ടെ, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല എന്ന് ആവർത്തിച്ച് ഇവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നലെ ഞങ്ങൾ പ്രതികരിക്കാത്തത് കലക്ടർ വരെ അവിടെ വെച്ച് തടയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടാ. പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സംയമനം പാലിച്ചത് കൊണ്ടാണ്. കാരണം കൺമുന്നിൽ ഒരു നിസ്സഹായരായ കലക്ടറും സകല ഉദ്യോഗസ്ഥരും മേയറും ശശീന്ദ്രൻ മന്ത്രി അടക്കം ഇങ്ങനെ നിൽക്കുമ്പോ ഒന്നും ചെയ്യാനാണല്ലോ പറയാ. കുറ്റപ്പെടുത്തരുത്, ആരും കുറ്റപ്പെടുത്തരുതെന്ന് പറയാ. ആരോടാണ് പറയേണ്ടത്? ഇതാണ് അവസ്ഥ. ഇതിന്റെ നേർക്കാഴ്ച 7 മണിക്കൂർ അതിന്റെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് സമ്പൂർണ്ണ പരാജയമായിരുന്നു, സമ്പൂർണ്ണ പരാജയം. അതായത് ഒരു അപകടം വരുമ്പോൾ കൂടെ നിൽക്കണം, അതിൽ രാഷ്ട്രീയമോ ജാതിയോ മറ്റു പ്രശ്നങ്ങളൊന്നും വരരുത്, നമ്മൾ മനുഷ്യരായി കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു അനാസ്ഥയാണ്. ഈ പലപ്പോഴും ഈ കോഴിക്കോട് നഗരസഭയും കോഴിക്കോട് ജില്ലയും ഒക്കെ അത്ര കണ്ട് വാർത്തകളിൽ ഇടം പിടിക്കുന്ന, രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്നൊക്കെ വലിയ രീതിയിൽ പ്രഹസനം കാണിക്കുമ്പോഴാണ് നഗരമധ്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ വാർത്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രഹസനം മാത്രമായി മാറുന്നു എന്ന് പറയുന്നു. അപ്പൊ യാഥാർത്ഥ്യം അവിടെ നടക്കുന്നത് വേറെയാണ്. അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്, അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ എന്നുള്ളത് കോഴിക്കോട് നഗരത്തിലെ ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങൾക്കും ഇല്ല. ഒന്ന്. രണ്ടാമത്, പല കെട്ടിടങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പല ബിൽഡിങ്ങുകളും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അനുമതിയില്ലാതെ ബന്ധിപ്പിച്ച് കിടക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഇന്നലെ അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർ കലക്ടറെ അടക്കം തടയാനുള്ളൊരു ഘട്ടം വരെ എത്തിയപ്പോ, ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു ഭാഗത്ത് വിജയിക്കുന്നില്ലെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അതിനൊരു ഇടങ്കോലിടണ്ട എന്നുള്ള ഒരർത്ഥത്തിലാണ് ഞങ്ങൾ പ്രതികരിക്കാതെ നിന്നിട്ടുള്ളത്. കലക്ടറുടെ മുന്നിൽ പോയി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അവിടെ കാഴ്ചക്കാരനായി നിൽക്കുന്നത്?
നിങ്ങൾ 5 മണിക്കൂർ പരിശ്രമിച്ചിട്ട് 5 ഫയർഫോഴ്സ് വണ്ടി അവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ കളക്ടറോട് ഞങ്ങളോട് പറയാം, സാധ്യമായ എല്ലാം ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നഗര ഹൃദയഭാഗത്ത് ഒരു തീപിടുത്തമുണ്ടായിട്ട് 7 മണിക്കൂർ പരിശ്രമിച്ചിട്ട് ഒരു 5 ഫയർഫോഴ്സിന്റെ വണ്ടി എത്തിയതാണോ? സാധ്യമായിട്ടുള്ള എല്ലാം കത്തിത്തീർന്നില്ല. എന്തെങ്കിലും ഒരു തുണി ആ കെട്ടിടത്തിൽ ബാക്കിയുണ്ടായിട്ടുണ്ടോ? അതല്ലേ ഞാൻ സൂചിപ്പിച്ചത്. തീ പിടിച്ചു, തീ തന്നെ സ്വയം അണിഞ്ഞു. ഇതിലപ്പുറം കേരളത്തിലെ സർക്കാർ സംവിധാനത്തിന് എന്താ അവകാശപ്പെടാനുള്ളത്? ഒന്നും അവകാശപ്പെടാനില്ല. അതിന്റെ ഉള്ളിൽ ഒരു 5 പേർ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ കുടുങ്ങി അവിടെ വെന്ത് മരിക്കുകയല്ലാതെ ഒരു മാർഗവും ഇല്ല. ഇതന്നെ അവസ്ഥ. കോഴിക്കോടെ പല കെട്ടിടങ്ങളുടെയും യാഥാർത്ഥ്യം ഇതാണ്. അതുകൊണ്ട് കണ്ണ് തുറക്കേണ്ടവർ തുറന്നിട്ടില്ല എങ്കിൽ അത് തുറപ്പിക്കാനുള്ള ജനകീയ മാർഗങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഇന്നലെ ഞങ്ങൾ ഉപയോഗിക്കാത്തത് സാഹചര്യം വേറെ ആയതുകൊണ്ടാ. പക്ഷെ ഇനി SM സീറ്റിൽ പഠിക്കാത്തവർ, മെഡിക്കൽ കോളേജിൽ പഠിക്കാത്തവർ, പുതിയ ബസ് സ്റ്റാൻഡിലും പഠിക്കാത്തവരെ പഠിപ്പിക്കാനുള്ള ജനകീയ സംവിധാനങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട്. അതെങ്ങനെയാണെന്ന് വരും ദിവസങ്ങളിൽ നോക്കാം. ശരി സർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.